നിങ്ങളൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? കാരണം നമ്മൾ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് വെച്ച് ഈ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടല്ലോ, എന്തായാലും അത് കാണാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കാണാനുള്ള ലുക്ക് മാറും. അതെന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടീൻ്റെ എല്ലാം കറ എന്തായാലും ആ പാത്രത്തിൽ നമുക്ക് പറ്റിപ്പിടിച്ചത് കാണും. അപ്പം നമ്മൾ കബോർഡിൽ നിരത്തി വെക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ? അതിനായി ഞാൻ ചെയ്യുന്ന പണി ഇതാണ്. മാസത്തിലോ അല്ല ഒരു 1.5 മാസം കൂടുമ്പോൾ നമ്മൾ ആ പാത്രത്തിൽ ഇട്ട് വെച്ച ധാന്യമായാലും പൊടികളായാലും ഇട്ട് വെച്ച് തീരുമ്പോൾ നമ്മൾ എന്തായാലും പുതിയതാക്കി നല്ലവണ്ണം ഇങ്ങനെ കഴുകിയെടുക്കും. എന്നിട്ട് നല്ലവണ്ണം പിന്നെയും ഉണക്കിയിട്ട് മാത്രമേ വീണ്ടും നമ്മളതിലേക്ക് സ്റ്റോർ ചെയ്യാറുള്ളൂ. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. വളരെ പെട്ടെന്ന് നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിഭാഗം വളരെ മോശമായിരിക്കും. നമ്മൾ കാണാത്ത ചെളികളും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഈ പാത്രം ഉപയോഗിക്കുന്ന പാത്രം നോക്കണേ എടുത്തിട്ട്. ഞാൻ പല വീടുകളിൽ പോയപ്പോഴും കണ്ടതാണിത്. പിന്നെ വളരെ പരിചയമുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വൃത്തിയാക്കിയാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങൾ കുറേ നാൾ വരെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ എന്നും നല്ല തിളക്കവും ഉണ്ടാവും, പുതിയതുപോലെ ആയിരിക്കും. ആകെ ഒരു 10-15 മിനിറ്റ് മതി നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ മതി. നമ്മൾ വീട് വൃത്തിയാക്കുന്നുണ്ട്, മുറ്റം വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നില്ലേ? അതുപോലെ ഇതും ഒന്ന് ഒരു മാസത്തിൽ ഒരിക്കലെടുത്ത് നല്ല വൃത്തി കഴുകി ഉണക്കി വെച്ച് പിന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്താൽ മതി. സാധനങ്ങൾ പൂപ്പലും ഉണ്ടാവില്ല, എന്നും നല്ല വൃത്തിയായിരിക്കും കബോർഡൊക്കെ കാണാൻ. നമ്മളെങ്ങനെ പെട്ടെന്ന് ഇത് വൃത്തിയാക്കുന്നത് പറഞ്ഞു തരട്ടെ. എന്തായാലും പാത്രത്തിലുള്ള എല്ലാ സാധനങ്ങളും ഒന്നിച്ച് തീരില്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്കെല്ലാം ഒന്നിച്ചിട്ട് വൃത്തിയാക്കി ഉണക്കി വെക്കുകയും ചെയ്യണം. അതിനായി ഞാൻ എന്താ ചെയ്തതെന്നറിയോ? കുറേശ്ശെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു നല്ല ഉണക്ക പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ബേസനോ നല്ല വലിയ ബക്കറ്റോ, ബേസനേക്കാൾ നല്ലത് നല്ല വലിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാ പാത്രങ്ങളും ഇട്ട് നല്ലവണ്ണം വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം ആദ്യം. കുറേ അഴുക്കൊക്കെ അങ്ങനെ പോയി കിട്ടും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അപ്പോഴേക്കും നമ്മൾ മറ്റുള്ള പണികളൊക്കെ തീർത്ത് വെച്ചാൽ മതി. എന്തായാലും ഒരു വീടാകുമ്പോൾ ഈ പണി മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ പണീൻ്റെ കൂടി ഇതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിരിക്കണം. നമ്മളിപ്പം കഴുകുന്ന പാത്രം ലിക്വിഡ് ഒഴിച്ച് വെക്കുന്ന പാത്രമാണ്. അതുകൂടി ഒന്ന് നല്ല വൃത്തിയായി ഒരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ നല്ല ക്ലീനാക്കി വെച്ചിരിക്കണേ. നമ്മൾ കാണാത്ത ചെറിയ ചെറിയ പുഴുക്കളും അണുക്കളും എല്ലാം ഇതിലുണ്ടാവും. എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താലേ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. അടുക്കളൊക്കെ എപ്പം നല്ല ഭംഗിയും ഉണ്ടാവും കാണാൻ, നല്ല സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ എല്ലാ പാത്രങ്ങളും നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നിച്ച് പെട്ടെന്ന് കഴുകിയെടുക്കാം. ഈ ഓരോ പാത്രം കഴുകുന്നതിലും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് പാത്രം കഴുകിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാം നോക്കിയും കണ്ടും ക്ലീനാക്കി വെക്കാൻ. പിന്നെ എല്ലാ ജോലിയും ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല. ഒരു ദിവസം ഇത് ചെയ്ത് വെക്കുക, ഒരു ദിവസം കബോർഡൊക്കെ വൃത്തിയാക്കി വെക്കുക, പിന്നെ ഒരു ദിവസം മാറാലയൊക്കെ വൃത്തിയാക്കുക, ജനലെല്ലാം ഒരു ദിവസം വൃത്തിയാക്കുക. ഇങ്ങനെ ഓരോ ദിവസം ഓരോ പണി ചെയ്താൽ നമുക്കത്ര പ്രശ്നമായിട്ടും തോന്നില്ല. എന്നാൽ എപ്പം നല്ല വീട് വൃത്തിയായിരിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. എനിക്കെപ്പോൾ എൻ്റെ കിച്ചൺ എപ്പോൾ നല്ല അടിപൊളി വൃത്തിയായി സൂക്ഷിക്കണം. കിച്ചൺ മാത്രമല്ല, ബെഡ്റൂം ആയാലും സെൻട്രലായാലും സിറ്റ് ഔട്ടായാലും എല്ലാം തന്നെ നല്ല വൃത്തിയിൽ എപ്പോൾ സൂക്ഷിച്ച് വെക്കണം. കാരണം വിരുന്നുകാർ വരുന്നത് മാത്രമല്ല നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ് വീടും പരിസരമൊക്കെ എപ്പോൾ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് വെക്കേണ്ടത്. മറ്റുള്ളവർ കാണാൻ മാത്രമല്ലല്ലോ, നമ്മളെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത്. കുട്ടികളായാലും ഇന്നൊക്കെ പല പല അസുഖങ്ങളും കൊണ്ടാണ് കാലം കടന്നു പോകുന്നത്. അതുകൊണ്ട് മഴക്കാലമാണ്, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിരട്ടയോ മുറ്റത്ത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാവും, അതിലൊക്കെ തുള്ളി വെള്ളം മതി,
കൊതുക് പെരുകാൻ. അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിയിൽ വീടും പാത്രങ്ങളും എല്ലാം നല്ല ഭംഗിയിലും വൃത്തിയിൽ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കാം. പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ, നന്നായി മൂടി വെച്ച് വേണം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലാണെന്ന് കരുതി നമ്മൾ മൂടി വെക്കാണ്ട് ഒരിക്കലും ഭക്ഷണ സാധനം വെക്കാൻ പാടില്ല. ഇനി പുറത്തായാലും എന്ത് ഭക്ഷണമായാലും എപ്പോഴും മൂടി വെക്കുക. ഒരു നിമിഷം മതി അതിലേക്കൊരു പാറ്റയോ എന്തെങ്കിലും വീഴാൻ. അത് നമ്മൾ ശ്രദ്ധിക്കാതെ കുട്ടികൾക്കും നമ്മളും കഴിക്കും. പല അസുഖങ്ങളും വരാനും കാരണമാണ്. അങ്ങനെ നമ്മളെ പാത്രങ്ങളെല്ലാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി. ഇനി നല്ല ഉണങ്ങിയ തുണി കൊണ്ടാണ്, അതും നല്ല വൃത്തിയുള്ള തുണി കൊണ്ടായിരിക്കണേ വൃത്തിയാക്കേണ്ടത്. എല്ലാം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ വൃത്തിയാക്കി ഉണക്കി വെച്ച് അടിയിലൊരു പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിലെ വെള്ളം എന്തായാലും ടൈലിലായി നനവാണ്ട. പേപ്പറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. എല്ലാം നല്ലവണ്ണം ആറിയ ശേഷമാണ് നമ്മൾ വീണ്ടും അതിലേക്ക് സാധനങ്ങൾ ഇട്ട് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടെങ്കിലോ എല്ലാം മാറിക്കിട്ടും. നമ്മളെ ശ്രദ്ധ മൊത്തം ഇതിലായിരിക്കും. എനിക്കങ്ങനെയാണ്, വെറുതെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇനി ആരും പഴയ പ്ലാസ്റ്റിക് പാത്രമോ ഒന്നും കളയണ്ട. ഇതുപോലെ ചെയ്താൽ നല്ല പുതിയതായി വെട്ടിത്തിളങ്ങും. പുതിയ പാത്രം പോലെ കണ്ടോ. ഇത് 2 വർഷമായി നമ്മൾ വാങ്ങിയിട്ട്. ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്നതുകൊണ്ട് ഒരു പഴയതുപോലെ തോന്നിക്കുന്നേ ഇല്ല. എപ്പം നല്ല ഫ്രഷായിരിക്കും. പിന്നെ ഇതെല്ലാം നമ്മൾ കബോർഡിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അടിയിലൊരു പേപ്പർ വിരിച്ച് കൊടുത്താൽ മതി. ഇനി കബോർഡ് വൃത്തിയാക്കണമെങ്കിൽ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. കബോർഡിലും ചളി കെട്ടി നിൽക്കില്ല. എല്ലാം ശ്രദ്ധിക്കണം. ഒരു വീടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പല അസുഖങ്ങളും വരുന്നു. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇനി മുതൽ ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വരാം. എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇന്ന് തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.